അങ്ങനെ നമ്മുടെ സുധീഷ് ഓരോന്ന് ഓർത്തിട്ട് നേരെ ചെല്ലണത് നിധിയുടെ റൂമിലേക്കാണ്. നിധിയുടെ അടുത്ത് കയറി കടന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് ഹായ് ഹായ് എന്നൊക്കെ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പെട്ടെന്ന് ഉറക്കത്ത് നീക്കുന്ന സമയത്ത് സുധീഷിനെ കാണും. പേടിച്ച് നീക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നിങ്ങളെന്തിനാ അപ്പോൾ ഇവിടെ വന്ന് കിടക്കണം, എണീറ്റ് പോയി എന്ന് പറയുന്നത്. എന്തായാലും നിധിയോട് പറയുന്നത് നമ്മുടെ സുധീഷ് ഞാൻ നിൻ്റെ താലി കെട്ടിയതല്ലേ, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, പിന്നെ ഞാൻ ഇവിടെ കടന്നു വെച്ചാൽ അണക്ക് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പോകില്ല. നിധിയാണെങ്കിൽ പേടിച്ചിട്ട് പുറത്തേക്ക് ഓടാൻ പോണ സമയത്ത് വേഗം സുധീഷ് നേട്ടിട്ട് വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചതല്ലേ, പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് കടന്നു വെച്ചിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ നിധിക്കാണെങ്കിൽ പേടിയായിട്ട് നമ്മുടെ സുഭാഷേട്ട എന്ന് വിളിക്കേണ്ട. സുഭാഷേട്ടൻ രാത്രി ഉറക്കത്തിൽ നീട്ടിട്ട് എന്തിനാ അങ്ങനെ നിധി വിളിക്കണം, എല്ലാവരെയും വിളിച്ചു ഉണർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഹരീഷൻ നോക്ക് നമ്മുടെ നിധി വിളിക്കുന്നുണ്ട്, അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നീക്കുന്നുണ്ട്. എന്തായാലും എന്നിട്ട് ചോദിക്കേണ്ടത് എന്താ മോളെ എന്ന് ചോദിക്കേണ്ടത് നമ്മുടെ സുഭാഷേട്ട സുധീഷ് ഇതിനുള്ളിൽ കയറിയിട്ട് വാതിൽ കുറ്റിയിട്ടിരിക്കുക, എനിക്ക് തുറക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷേട്ടൻ പറയുന്നത് തുറക്കട എന്താ നീ കാണിക്കണം, തുറക്ക് എന്ന് പറയുന്നത്. എന്തായാലും തുറക്കാൻ പറ്റില്ല. അവസാനം നിധി സുധീഷിന് ഒറ്റ ഉന്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോഴേക്ക് സുഭാഷേട്ടൻ ഹരീഷും നികേഷൊക്കെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുധീഷിന് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ ഞാൻ ഇപ്പോൾ കയറി എന്താ എൻ്റെ ഭാര്യയല്ലേ അവൾ, സുഭാഷേട്ടനെ പണി നോക്കി പറഞ്ഞിട്ട് സുഭാഷേട്ടനെ കയറി അടിക്കാനൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്ക് ഹരീഷ് പറയുന്നുണ്ട് നീ എന്ത് പണിയാണ് കാണിക്കണേ, ഏട്ടനെ അടിക്കാൻ പോകണേ. എന്തായാലും അവസാനം നമ്മുടെ സുധീഷിനെ പിടിച്ച് പുറത്തേക്ക് ആക്കിയിട്ട് പുറത്ത് കടത്തുന്നുണ്ട്. എന്നിട്ട് നിധിയോട് പറയുന്നത് നീ സമാധാനത്തോട് ഉറങ്ങി മുളങ്ങി, നിനക്ക് ഒരു അബദ്ധം ഇല്ല, ഞാൻ ഈ ഏട്ടൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയാണെങ്കിൽ ഒരുപാട് വിഷമിച്ച് കരയുന്നുണ്ട്. എന്തായാലും കടന്നുറങ്ങുന്നുണ്ട്. എന്നിട്ട് രാവിലെ നിധി ഓഫീസിൽ പോകുന്നുണ്ട്. ഒന്നും കഴിക്കണമൊന്നുമില്ല. സുഭാഷേട്ടൻ പറഞ്ഞ് നിൽക്ക് ഞാൻ ദോശ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ലാതെ മനസ്സിന് ഒരു സമാധാനം ഇല്ലാതെ ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് മെല്ലെ ഉറക്കമൊക്കെ ഉണരുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ആലോചിക്കേണ്ട അവൻ രാത്രി ചെയ്തതൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയെ, അയ്യോ ഞാൻ വേഗം പോയിട്ട് സുഭാഷേട്ടനോട് മാപ്പ് പറയട്ടെ, ഞാൻ സുഭാഷേട്ടനെ അടിക്കാൻ കൈ ഓങ്ങിയതല്ലൊക്കെ വിചാരിച്ചിട്ട് എന്നിട്ട് സുഭാഷേട്ടനോട് പോയി മാപ്പ് പറയാൻ പോകുന്നുണ്ട്. നീ എന്ത് പാവാട അവളോട് ചെയ്ത്, ഞാൻ നിന്നെ എങ്ങനെയാണോ വളർത്തിയത്, നീ എന്താ അവളോട് ഇങ്ങനെ ചെയ്തേ. ഹരീഷ് പറഞ്ഞിട്ട് അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും സുധീഷിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും സുധീഷ് വിഷമിച്ച് നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്.